ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലെ ഒരു പ്രദേശമാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പല നടപടികളും നടന്നിരുന്നു. പെരുമ്പാവൂരിലെ പ്രദേശങ്ങളിലേക്ക് പോലീസിനോ എക്സൈസിനോ കയറി ചെല്ലാൻ സാധിക്കില്ല എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പരിശോധനകളൊക്കെ തന്നെ അവിടെ ശക്തമായി നടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും പെരുമ്പാവൂർ എന്നല്ല, ഏത് മേഖലയിലായാലും ഈ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതര സംസ്ഥാന തൊഴിലാളിയായാലും നമ്മുടെ നാട്ടുകാരായാലും ആരായാലും ശക്തമായ നടപടിയെടുക്കും എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്ക് പെരുമ്പാവൂരിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം, പക്ഷേ അങ്ങനെ ചെയ്യരുത്. അതൊരിക്കലും അശാസ്യമായൊരു കാര്യമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ തന്നെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ച് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി കാഴ്ചകൾ പെരുമ്പാവൂരിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാൻ സാധിച്ചു. അത് നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നാട്ടുകാർ തീർച്ചയായിട്ടും എക്സൈസിനെ അതത് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇവരെ പിടിച്ച് എല്ലാവരും ചേർന്ന് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പോലീസിൽ ഏൽപ്പിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പും ഒക്കെ വ്യക്തമാക്കി. ഇപ്പോൾ പെരുമ്പാവൂരിൽ ലഹരി വിൽപ്പന ആരോപിച്ച് 3 യുവാക്കളെ തടഞ്ഞു നിർത്തി തല മുണ്ടനം ചെയ്തു. കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. നിയമം കയ്യിലെടുക്കാൻ നമുക്കാർക്കും അവകാശമില്ല, അധികാരവുമില്ല. നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയുമല്ല. ഇവർ ചിലപ്പോൾ ലഹരി കച്ചവടക്കാരായിരിക്കില്ല, ചിലപ്പോൾ ലഹരി കച്ചവടക്കാരായിരിക്കാം. അവരുടെ കയ്യിൽ അന്നേരം ലഹരി ഉണ്ടായിരുന്നില്ല എന്ന് ഇരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. 3 യുവാക്കളെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയും മുട്ടുകുത്തിച്ച് തലമുണ്ടനം ചെയ്യുകയും ചെയ്തതായിട്ടാണ് പരാതി. ഇന്നലെ വൈകിട്ടാണ് പെരുമ്പാവൂർ ഭായി കോളനിക്ക് സമീപത്തു നിന്നാണ് ഈ സംഭവം ഉണ്ടായത്. വാഴക്കുളം മഞ്ഞപ്പെട്ടി സ്വദേശികളായ യുവാക്കളാണ് ആൾക്കൂട്ട വിചാരണയ്ക്കും അതിക്രമത്തിനും ഇരയായത്. കഞ്ചാവ് വിൽക്കാനോ വാങ്ങാനോ എത്തിയവരാണ് ഇവർ എന്നാരോപിച്ചായിരുന്നു 4-5 സംഘം ഇവരെ ആക്രമിച്ചത്. തുടരെ ഇവരെ സമീപത്തെ ഒരു മുറിയിലേക്ക് ബലമായി കൊണ്ടുപോവുകയും മുട്ടുകാലിൽ നിർത്തി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും തല മുണ്ടനം ചെയ്യുകയുമായിരുന്നു. ഇതിനുശേഷം സമീപത്തെ കടയിൽ നിന്ന് ബാർബറെ വിളിച്ചുകൊണ്ടുവന്നാണ് തല മുണ്ടനം ചെയ്തത് എന്നും പറയുന്നു. സംഭവത്തിൽ ഇരയായ മഞ്ഞപ്പെട്ടി സ്വദേശികൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. ഇവർ മലയാളികളായിരുന്നു, ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലും ആയിരുന്നില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. പരാതിക്കാരായ 3 യുവാക്കൾ പ്രസ്തുത പ്രദേശത്ത് എത്തിയതിന്റെ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. അത് പോലീസ് അന്വേഷിച്ചോളും. ഇത്തരത്തിൽ ക്രൂരമായി 2 വ്യക്തികളെ അല്ലെങ്കിൽ 2-3 വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയൊന്നും പൊതുസ്ഥലത്ത് ആക്രമിക്കുന്ന രീതി, നിയമം കയ്യിലെടുക്കുന്ന രീതി ഒരിക്കലും നാട്ടുകാർ, അത് പെരുമ്പാവൂർ സ്വദേശികളായാലും ശരി, അന്യ നാട്ടുകാർ, ഏത് നാട്ടുകാരായാലും ശരി, അത് ഒരിക്കലും നമുക്ക് നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. തീർച്ചയായിട്ടും ഇതിനു മുൻപും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലഹരി കടത്തൊക്കെ ആരോപിച്ച് ആൾക്കാരെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ അതിനെ കൊണ്ടുപോകണം. അവരെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ലഹരി ഉണ്ടെങ്കിൽ അത് ജനപ്രതിനിധികളുടെ കൂടി സാന്നിധ്യത്തിൽ അത് പോലീസിൽ അവരെ കൈമാറുകയോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിടിച്ചു നിർത്താനും മുട്ടിൽ നിർത്താനും ഉപദ്രവിക്കാനും ഒന്നും ആരും ശ്രമിക്കരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥന കൂടി ഒരു മാധ്യമം എന്ന ഭാഗത്തുനിന്ന് ഞങ്ങൾ കൂടി നടത്തുകയാണ്.